ഹലോ, എല്ലാവരും സേഫ് അറ്റ് ഹോം അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കേരള ഗവൺമെൻറ് തന്നെ മൊത്തത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോഴുള്ളത്. ഫിസിക്സിൻ്റെ ആദ്യത്തെ ലെക്ചർ ഔട്ട് ചെയ്തു. അത് നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു. അതിൻ്റെ വിശദമായ ഒരു സെഷനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2 വീഡിയോ ലെക്ചറായിട്ടാണ് അത്രയും പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നത്. എന്ത് സംശയമുണ്ടെങ്കിലും അത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിസിക്സിൽ കുറേശ്ശെ ഉള്ള സെഷൻസേ നിങ്ങൾക്ക് തരുള്ളൂ. അതുകൊണ്ട് തന്നെ തരുന്ന ഭാഗം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. ഞാൻ ഒരിത്തിരി ഭാഗം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ അതിൻ്റെ ചെറിയ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റിൻ്റെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിന് നിങ്ങൾ കുറേശ്ശെ എടുക്കുന്നത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ ഈ രൂപത്തിലൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി അല്ല ശരിക്കും ഇത്തരം പ്രോഗ്രാമുകൾ മുന്നോട്ട് പോവേണ്ടത്. മറിച്ച് അതിന് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ട്, മൂഡിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് അതിലേക്ക് മാറാത്തത് നിങ്ങളൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു സ്വിച്ച് ഓവർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്കായിരിക്കും മാറുക. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലെങ്കിൽ ഒരു പേടിയും വേണ്ട, നിങ്ങൾ ഒരു ജിമെയിൽ അക്കൗണ്ട് ഇനി സ്റ്റാർട്ട് ചെയ്യണം. കാരണം നിങ്ങൾ +2 കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്കത് അത്യാവശ്യമാണ്. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഇല്ലാത്തവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അത് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ ജിമെയിൽ അക്കൗണ്ടിൻ്റെ അത്യാവശ്യമില്ല. പക്ഷെ അതും കൂടി ഉണ്ടെങ്കിൽ ചില അഡീഷണൽ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഞാൻ അതിൻ്റെ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ എനിക്ക് ആവശ്യമുള്ള ഡാറ്റ ഒക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരമൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. അപ്പോൾ ഞാൻ തരുന്ന നോട്ട്സ്, ക്ലാസ് വർക്കുകൾ, ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല, അതിൻ്റെ റെസ്പോൺസസ്, ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അതുവഴി ഫോളോ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇനി ഫിസിക്സിലേക്ക് വരാം. ഫിസിക്സിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ആ യൂണിറ്റിന് നമ്മൾ പറയൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിനെ നമ്മൾ വിളിക്കൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമുക്ക് ഈ വർഷം പാർട്ട് 1, പാർട്ട് 2 കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 2 ഈ ബുക്കുകളാണ് നമുക്കുള്ളത്. പാർട്ട് 1, പാർട്ട് 2 എന്നുള്ളത്. പാർട്ട് 1 ബുക്കിലുള്ള നമ്മുടെ ടോപ്പിക്കുകളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. പാർട്ട് 1 ബുക്കിലെ ടോപ്പിക്സ്. പാർട്ട് 1 ബുക്കിലെ ടോപ്പിക്സിൻ്റെ ഒരു പ്രത്യേകത അത് നോക്കൂ നിങ്ങൾ. ആ ടോപ്പിക്കുകൾ യൂണിറ്റുകളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ യൂണിറ്റ് നമുക്ക് ഡീൽ ചെയ്യാനുള്ള ഫസ്റ്റ് യൂണിറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന യൂണിറ്റിൽ യഥാർത്ഥത്തിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അത് നിങ്ങളിപ്പോൾ കണ്ടു. അടുത്തതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഈ 2 ചാപ്റ്റേഴ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന യൂണിറ്റാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നമ്മുടെ ആദ്യത്തെ യൂണിറ്റായ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അടുത്ത യൂണിറ്റിൻ്റെ പേര് കറൻറ്റ് ഇലക്ട്രിസിറ്റിയാണ്. ആൻഡ് തേർഡ് വൺ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. അതിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. Then electromagnetic induction and AC stand for alternating current. And the 5th one electromagnetic waves. നമ്മുടെ ഫസ്റ്റ് പാർട്ട് 1 കംപ്ലീറ്റ് ആയി. പാർട്ട് 1 കഴിഞ്ഞു. നമുക്ക് ഈ ടേമുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എല്ലാത്തിലും ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറൻറ്റ്, ഇലക്ട്രിസിറ്റി, കണ്ടോ, ഇലക്ട്രോ എല്ലാത്തിലും ദ വേർഡ് ഇലക്ട്രോ നിങ്ങൾ എല്ലാത്തിലും കാണാം. ഇലക്ട്രോ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിനെയാണ്, ആൻഡ് ഇലക്ട്രോൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജിനെയാണ്.
That means the entire part 1 is dedicated for the discussion of electric charges. അപ്പോൾ ഫിസിക്സിലെ +2 ഫിസിക്സിലെ പാർട്ട് 1 ബുക്ക് കംപ്ലീറ്റ് എന്താണ്? അപ്പോൾ ഇലക്ട്രിക് ചാർജസിൻ്റെ ഡിസ്കഷനാണ്. ഫുൾ ഇലക്ട്രിക് ചാർജാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് ചാർജസ് അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനമാണ് ആര്? ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇനി ഇലക്ട്രിക് ചാർജിനെ കുറിച്ചുള്ള പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിൻ്റെ പേരാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഇലക്ട്രിസിറ്റി കറണ്ട് ഇലക്ട്രിസിറ്റി അതല്ല. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റഡി ഓഫ് ചാർജസാണ്. സ്റ്റഡി ഓഫ് ചാർജസ്. ഇലക്ട്രിക് ചാർജിനെ നിങ്ങൾക്ക് 2 രൂപത്തിൽ പഠിക്കാം. ഒന്ന് റസ്റ്റുള്ള ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് ചാർജസ് അറ്റ് റസ്റ്റ്, ഓർ സ്റ്റേഷനറി ചാർജിനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിലുള്ള ചാർജിനെ കുറിച്ചുള്ള പഠനം. അതിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ റസ്റ്റ്, സ്റ്റാറ്റിക് റസ്റ്റ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് സെറ്റ്. ഇതിനെ കൊണ്ട് തിരിച്ചിങ്ങനെയും വായിക്കാം. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് കിട്ടുക. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച ഒരു ചാപ്റ്ററാണ്. 8th സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ഒരു ചാപ്റ്ററിൻ്റെ പേര് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നായിരുന്നു, ഓർ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. മലയാളത്തിൽ പഠിച്ച ഒരു സ്ഥിതവൈദ്യുതി എന്ന് കേട്ടിട്ടുണ്ടാവും, സ്ഥിതവൈദ്യുതി. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ്. അത് നമുക്ക് 2 രൂപത്തിൽ പഠിക്കാം. റസ്റ്റിലുള്ള ചാർജിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ദെൻ കറണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ മീനിങ്? മോഷൻ, ഫ്ലോ. അപ്പോൾ ഫ്ലോ ഓഫ് ചാർജസ്, മൂവിങ് ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് ആര്? കറണ്ട് ഇലക്ട്രിസിറ്റി. ഇത് നമ്മുടെ 2nd യൂണിറ്റിൻ്റെ പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഈ യൂണിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്, ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, നമ്മുടെ ഹെഡിങ് എന്താണ് എന്നുള്ളതാണ് ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്താണ്? സ്റ്റഡി ഓഫ് ചാർജസ്. അത് നമ്മൾ റസ്റ്റിലുള്ള ചാർജിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. മൂവിങ് ചാർജസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റി. അറിയോ? ഓക്കെ, യെസ്. ഇനി ചാർജസിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം ഇലക്ട്രിക് ചാർജിനെ കുറിച്ച്. ഏതൊക്കെ 2 ചാർജുകളുള്ളത്? ഒന്ന് നമുക്കറിയാം, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. 2 ചാർജുകളാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് ആദ്യമായിട്ട് പേരിട്ട് വിളിച്ചത് ആരാന്നറിയോ? ഇറ്റ് വാസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഇലക്ട്രിക് ചാർജിനെ ആദ്യമായി പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പേരിട്ട് വിളിച്ചത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പോസിറ്റീവും തമ്മിൽ ലൈക്ക് ചാർജസ് എന്നാണ്. നമ്മൾ പോസിറ്റീവ് ഒരേപോലെയുള്ള ചാർജുകളെ നമ്മൾ എന്താ വിളിക്കുക? ലൈക്ക് ചാർജസ്. ലൈക്ക് ചാർജസ്. അപ്പോൾ ലൈക്ക് ചാർജസ് ആരൊക്കെയാണ്? പോസിറ്റീവും തമ്മിൽ ആരാ? ലൈക്ക് ചാർജസ് ആണ്. പിന്നെ ആരാ? നെഗറ്റീവും തമ്മിൽ ആരാ? എന്താണ്? ലൈക്ക് ചാർജസ് ആണ്. ഇനി രണ്ടാമത്തെ ആളാരാ? അൺലൈക്ക് ചാർജസ് ആണ്. അൺലൈക്ക് നോക്കൂ, ആരാ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇതിനാണ് നമ്മൾ അൺലൈക്ക് ചാർജസ് എന്ന് വിളിക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ പോസിറ്റീവും തമ്മിൽ അടുത്ത് വെച്ചാൽ എന്താ സംഭവിക്കുക? ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. നെഗറ്റീവും കണ്ടാൽ എന്താ സംഭവിക്കുക? റിപ്പൽഷൻ. അപ്പോൾ പോസിറ്റീവും റിപ്പൽ ചെയ്യും, നെഗറ്റീവും റിപ്പൽ ചെയ്യും, വികർഷിക്കും. അതുകൊണ്ട് ജനറലി നമുക്ക് എന്ത് പറയാം? ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ്, പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്താ ഉണ്ടാവുക? അട്രാക്ഷൻ. അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ഈച്ച് അതർ. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ ചാർജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഒരു ടേം ഉണ്ട്. ആ ടേമാണ് പൊളാരിറ്റി എന്നാണ് നമ്മൾ ആ ടേമിന് പറയുക. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൽ സെക്സ് എന്ന ടേമിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ടേം പൊളാരിറ്റി. ഇപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്തോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് എന്ത്? പൊളാരിറ്റി. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നോക്കൂ, എനിക്ക് പരിചയമില്ലാത്ത ഒരു സെല്ല് അല്ലേ, പല ടൈപ്പ് ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാച്ചിൻ്റെ ഉള്ളിലിട്ടുന്ന ബാറ്ററി ഉണ്ട്, ക്ലോക്കിൻ്റെ ഉള്ളിലിട്ടുന്ന ബാറ്ററി ഉണ്ട്,
നമ്മൾ ഇൻവെർട്ടറിന് ഉപയോഗിക്കുന്ന ബാറ്ററി, ഇഷ്ടംപോലെ ടൈപ്പ് ബാറ്ററീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു ബാറ്ററി, അപ്പോൾ ബാറ്ററിക്ക് പോസിറ്റീവ് ടെർമിനലും ഉണ്ടാവും, നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഏതാണ്, നെഗറ്റീവ് ടെർമിനൽ ഏതാണെന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അറിയുന്ന ഒരാളോട് ഞാൻ നല്ല ലാംഗ്വേജിൽ ചോദിക്കുന്ന രീതി എന്താ, ഈ ബാറ്ററിയുടെ പൊളാരിറ്റി ഏതാണ് എന്ന് വെച്ചാൽ എന്താ, ബാറ്ററിയുടെ പോസിറ്റീവ് ഏതാണ്, നെഗറ്റീവ് ഏതാണ്. അപ്പോൾ ആ വേർഡ് പൊളാരിറ്റി, ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിയിക്കണം, എന്നാലേ ടോപ്പിക്കിലേക്കാണ്ട് എൻ്റർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പൊളാരിറ്റി. എല്ലാവർക്കും മനസ്സിലായോ പൊളാരിറ്റി എന്നുള്ള ടേം? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എന്തൊക്കെ സംസാരിച്ച ചാർജിനെ കുറിച്ച്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ആ പേര് ആദ്യമായിട്ട് വിളിച്ചതാരാണ്? ഫ്രാങ്ക്ലിൻ. ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേപോലെയുള്ള ചാർജ്. പോസിറ്റീവും എന്താ, ലൈക്ക്. നെഗറ്റീവ് എന്താണ്, ലൈക്ക് ചാർജസ്. പോസിറ്റീവും നെഗറ്റീവും എന്താണ്, അൺലൈക്ക് ചാർജസ് ആണ്, അൺലൈക്ക് ചാർജസ്. പോസിറ്റീവും തമ്മിൽ കണ്ടാൽ എന്താ സംഭവിക്കുക, റിപ്പൽഷൻ. നെഗറ്റീവും കണ്ടാൽ എന്താ സംഭവിക്കുക, റിപ്പൽഷൻ. പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കണ്ടാൽ എന്താ സംഭവിക്കും, അട്രാക്ഷൻ. പൊളാരിറ്റി എന്നുള്ള വേർഡ് എന്താണ്? പൊളാരിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ്സ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. മനസ്സിലായില്ലേ? അവരെ വേർതിരിക്കുന്ന പ്രോപ്പർട്ടിനെയാണ് നമ്മൾ പൊളാരിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ? സെല്ലിനെ നമ്മൾ വരക്കൽ ഇങ്ങനെയാണ്, പ്ലസ് മൈനസ്. ഇത് ഈ ചാപ്റ്ററിലെല്ലാം നമ്മൾ പഠിക്കും, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കും. ഓക്കെ. പക്ഷേ നിങ്ങൾ 10th തന്നെ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ. ഇനി നോക്കൂ, അടുത്തൊരു ടേം നമ്മൾ അറിയേണ്ടതാണ്, ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് ടേം കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോസ്കോപ്പ് കേട്ടിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ടാവാം. ഇലക്ട്രോസ്കോപ്പ് നിങ്ങൾ 8th പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്കോപ്പ് എന്നുള്ള ഡിവൈസ്, അതൊരു ഡിവൈസാണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതെന്തിനാണ് യൂസ് ചെയ്യുക? ഒന്ന്, ടു ഡിറ്റക്റ്റ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇതിപ്പോൾ ഒരു കോപ്പർ റോഡാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു കോപ്പർ റോഡ് അങ്ങനെ കൈ പിടിച്ചിട്ട് ചാർജ് ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുക, അല്ലെ വാട്ട് ഓർ ഇറ്റ് മേ ബി, ഇതിൽ ചാർജ് ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുക. ഇതിൽ ചാർജ് ഉണ്ടോ? അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഇവിടെ കുറച്ച് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം, നമുക്ക് കാണാൻ കഴിയില്ലല്ലോ ചാർജിനെ. അപ്പോൾ ചാർജ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടെത്തണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണെന്ത്, ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ ഒരു ബോഡിയിലെ ഇലക്ട്രിക് ചാർജിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലേ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്കോപ്പ്. അപ്പോൾ വൺസ് ഇലക്ട്രിക് ചാർജ് ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കാര്യം കൂടി അറിയണം, അതെന്താ, ദ നേച്ചർ ഓഫ് ദ ഇലക്ട്രിക് ചാർജ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ രണ്ട് പണിക്കും നമുക്ക് ഉപയോഗിക്കാം, ഇലക്ട്രോസ്കോപ്പിനെ നമുക്ക് ഉപയോഗിക്കാം. ഇലക്ട്രോസ്കോപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇത് വലിയെന്തോ സാധനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇലക്ട്രോസ്കോപ്പ് ഉണ്ടാക്കാൻ ആകെ വേണ്ടത് നമുക്ക് മാക്സിമം 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇലക്ട്രോസ്കോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു ഇലക്ട്രോസ്കോപ്പിൻ്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സാറെന്ന് അറിയോ, ഇത് ഞാൻ ഒരു ഐഡിയൽ കേസ് ഒക്കെ ഇങ്ങനെ കാണിച്ചെന്നാണ്. ഇങ്ങനൊന്നും സെറ്റപ്പ് വേണ്ട, അതിനാണ് ഇതാണ് ഞാൻ ഇവിടെ വേറെ ഇലക്ട്രോസ്കോപ്പ് വരക്കുന്നുണ്ട്. ഇലക്ട്രോസ്കോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഹോർലിക്സ് ബോട്ടിൽ, ഹോർലിക്സ് തന്നെ വേണമെന്നില്ല, ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ ഉണ്ടായാൽ മതി. ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ നോക്കൂ, ഞാൻ ഇവിടെ ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ കൊടുക്കാൻ പോവാം. ഒരു ട്രാൻസ്പാരൻ്റ് അത് പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് കാണണം. അപ്പോൾ അതിങ്ങനെ റെക്റ്റാങ്കുലറോ മീൻസ് നിങ്ങൾക്ക് ഏത് ഷേപ്പ് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ലിഡൊക്കെ ഇട്ട് ഇവിടെ ടൈറ്റ് ആക്കും. റെഡി അല്ലേ? അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് കാണണം കേട്ടോ. അല്ല ബ്ലൂ കളറൊന്നുള്ള ബോട്ടിലെടുത്ത് വരരുത്, പുറത്ത് നോക്കിയാൽ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ കഴിയണം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് ആ ബോട്ടിലേക്ക് നോക്കൂ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അലൂമിനിയം റോഡ് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ ലിഡിന് ചെറിയൊരു ഹോളിടുക, എന്നിട്ട് അലൂമിനിയം റോഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, അലൂമിനിയം റോഡ് ഇങ്ങനെ ഇറക്കി വെച്ചാൽ പിന്നെ ഈ ഇവിടെ ഹോളിട്ടിട്ട് ഇറക്കി വെച്ചാൽ അപ്പോൾ നോക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതിങ്ങനെ ഇങ്ങോട്ട് താഴേക്ക് വീഴാൻ. അതിനെന്ത് ചെയ്യുക, അതിന് നിങ്ങൾക്ക് എന്തൊക്കെ പണിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഇവിടെ നോക്കൂ, ഇവിടെ വല്ല പേപ്പറോ എന്തെങ്കിലുമൊക്കെ തിരികെ വെക്കുക ഹോളിൽ. അതിന് നമ്മൾ നല്ല ഭാഷയിൽ പറഞ്ഞാണെന്ത്, ഇവിടെ കോർക്ക് കണ്ടോ, കോർക്ക്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞ അലൂമിനിയം റോഡാണ് ഇപ്പോൾ ഈ സാധനം ഇവിടെ ഡയഗ്രത്തിൽ കാണുന്നത്. അലൂമിനിയം റോഡ് ഇതിലേക്ക് ഇറക്കി വെച്ചു, മനസ്സിലായോ? അവിടെ കോർക്കൊക്കെ ഇട്ട് ടൈറ്റാക്കി. കാരണം എന്താ, അത് വല്ല പേപ്പർ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡി നിങ്ങൾ അവിടെ വെച്ചിട്ട് തിരികെ വെച്ചാൽ പ്രശ്നം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നമുക്ക് ചെയ്യാനുള്ളത്, ഈ അലൂമിനിയം റോഡിൻ്റെ ഈ അറ്റം ഒന്നും ഇങ്ങോട്ട് ബെൻഡാക്കണം. ഇതങ്ങനെ ബെൻഡാക്കുക. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ എങ്ങനെ ബെൻഡാക്കത്തൊക്കെ ടൈറ്റാക്കിയില്ലേ. അതല്ല, ലിഡ് ഓപ്പൺ ചെയ്താൽ പോരെ, എന്നിട്ട് ഇവിടെ ബെൻഡ് ചെയ്യാം. ബെൻഡ് ചെയ്തു, മനസ്സിലായോ?
ക്ലിയർ അല്ലേ? ബെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ പറയുക? ഇപ്പോൾ നമുക്ക് 75% ഓവർ 75% ഇലക്ട്രോസ്കോപ്പിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വല്ല ക്രീമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിഡ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ കണ്ടില്ലേ നിങ്ങൾ, അവിടെ ഒരു തിൻ ഫോയിൽ, ഒരു അലൂമിനിയം ഫോയിൽ, വല്ല സിസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ ഒരു ഫോയിൽ കട്ട് ചെയ്യാം. വളരെ തിന്നായിട്ടുള്ളൊരു ഫോയിൽ കട്ട് ചെയ്തിട്ട് അതിലെ ഒരു പീസ് നോക്കുക ഇവിടെ ഒട്ടിക്കുക, ഒരു പീസ് നോക്കുക ഇവിടെ ഒട്ടിക്കുക. നൗ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് ആയി. അപ്പോൾ ഒരാൾ പറയുന്നത് ഇത് ഇലക്ട്രോസ്കോപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു കുഴപ്പമില്ല, നമ്മളിവിടെ 2 ഫംഗ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ 2 ഫംഗ്ഷനും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇലക്ട്രോസ്കോപ്പ് എന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല, അതറിഞ്ഞാൽ മതി. നമ്മളിപ്പോൾ സംസാരിക്കൽ ഫസ്റ്റ് പോയിന്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രം നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഗോൾഡ് ലീഫ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ, മെറ്റാലിക് റോഡ് അതാണ് നമ്മൾ അലൂമിനിയം റോഡ്, പിന്നെ ഒരു മെറ്റാലിക് ഡിസ്ക് ഇത് അവിടെ ഉണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നു. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഇനി നമ്മൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ പിന്നെ അപ്പോൾ ഈ പാനിൽ അല്ലെങ്കിൽ ഇതിൽ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെ ചാർജ് ഉണ്ടോയെന്നില്ല അറിയില്ല, നമുക്ക് ചാർജ് ഉണ്ടോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഈ ബോർഡിനെ നിങ്ങൾ നോക്കുക, നമ്മൾ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെ കോണ്ടാക്റ്റിൽ വെക്കുക. കണ്ടോ? കോണ്ടാക്റ്റിൽ വെച്ച ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ താഴേക്ക് നോക്കണം, ഇവിടെ താഴേക്ക് നോക്കുക. അപ്പോൾ ഇവിടെ 2 അലൂമിനിയം ഫോയിലാണ് നമ്മൾ യൂസ് ചെയ്ത്, ശരിക്കും വേണ്ടത് ഗോൾഡ് ഫോയിലാണ്. അതാണ് ഇവിടെ ഗോൾഡ് ലീഫ് എന്ന് കൊടുത്ത്. ഗോൾഡ് ലീഫ് പറയാം. അന്ത ഗോൾഡ് നല്ല കണ്ടക്ടറാണ്, അലൂമിനിയത്തിനേക്കാൾ ബെസ്റ്റ്. പക്ഷേ നമുക്ക് അവൈലബിൾ ആകാത്തത് കൊണ്ടാണ് നമ്മൾ എന്തെടുത്തത്, അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്ത്. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമ്മളെ ബോഡി നോക്കൂ, ഇവിടെ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ കോണ്ടാക്റ്റിൽ വെച്ച ഉടനെ തന്നെ നിങ്ങൾ താഴേക്ക് നോക്കുക. താഴേക്ക് നോക്കുമ്പോൾ ആ ലീവ്സ് ഇതാ നോക്കൂ, ഈ രൂപത്തിൽ നമ്മളിവിടെ ഒട്ടിച്ചു വെച്ചാണ്. അവിടെ നോക്കൂ, അതിങ്ങനെ റിപ്പൽ ചെയ്ത് പരസ്പരം ഇങ്ങനെ റിപ്പൽ ചെയ്ത് ഡൈവേർജ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ കോണ്ടാക്റ്റിൽ വെച്ച ഈ ബോഡി എന്താണ്, ചാർജ്ഡ് ആണ്, ഇതിൽ ചാർജ് ഉണ്ട്. അതല്ല, ഇത് നിങ്ങളിവിടെ കോണ്ടാക്റ്റിൽ വെച്ചു, ആ സമയത്ത് ഇവിടെ യാതൊരു മാറ്റമില്ല, ഇത് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അൺചാർജ്ഡ് ബോഡിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ ഈസിയാണ് മനസ്സിലാക്കില്ലേ. സപ്പോസ് നോക്കൂ, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും. ഇത് നമുക്ക് കാണൂല കേട്ടോ. ഇത് കാണുകയാണെങ്കിൽ പിന്നെ ആദ്യം ഈ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് സംസാരിക്കാം. അപ്പോൾ പോസിറ്റീവ്ലി ചാർജഡ് ബോഡി ആണെങ്കിൽ ഇത് നോക്കൂ, നമ്മുടെ ഈ പിന്നെ ഞാൻ ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് അലൂമിനിയം റോഡാണ്, നല്ല കണ്ടക്ടറാണ്. ഗോൾഡ് ആണെങ്കിൽ ഉഷാറായി. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജഡ് ബോഡി ഇവിടെ കോണ്ടാക്ട് വെച്ചാൽ നോക്കുക, ആ പോസിറ്റീവ് ചാർജ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കും, ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങും. ഇത് കണ്ടക്ടറാണ്, നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. അങ്ങനെ ഇവിടെയൊക്കെ പോസിറ്റീവ് ചാർജായി, ഇതും കണ്ടക്ടറാണ്, അപ്പോൾ ഇവിടെയും പോസിറ്റീവായി, ഇവിടെയും പോസിറ്റീവായി. അപ്പോൾ ഈ പോസിറ്റീവും തമ്മിൽ എന്താ സംഭവിക്കുക, റിപ്പൽഷൻ. ആ റിപ്പൽഷനാണ് നിങ്ങൾ ഈ കണ്ടത്. ഇനി ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെങ്കിലോ അപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങി വരില്ലാരാ, നെഗറ്റീവ് ചാർജ് ഇറങ്ങി വരും. അപ്പോൾ ഇതിമേൽ എന്താ കിട്ടുക, നെഗറ്റീവ് കിട്ടും. ഇവിടെ എന്താ കിട്ടുക, 2 ലീഫിലും നോക്കൂ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും, അപ്പോഴും റിപ്പൽഷനാണ് സംഭവിക്കുക. അപ്പോൾ നോക്കൂ, ഇഫ് ദ ലീവ്സ് ഡൈവേർജ് വൺ അനദർ അല്ലെങ്കിൽ ഡൈവേർജ് ഈച്ച് അതർ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആ ബോഡി ചാർജ്ഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. മനസ്സിലായോ? റെഡി അല്ലേ? ഇവിടെ യാതൊരു മാറ്റമില്ല, ലീഫ് പഴയ അവസ്ഥയിൽ നോക്കുക, അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണെങ്കിലോ അപ്പോൾ നമുക്ക് അതിൽ പറയാം അതിൽ ചാർജ് ഇല്ല. നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ച ബോഡിയിൽ ചാർജ് ഇല്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ ഐഡിയൽ ആയിട്ടുള്ളൊരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവം എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഡിസ്ക് ഇപ്പോൾ എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ഡിസ്ക് ഒരു അവിഭാജ്യ ഘടകമാണോ? അല്ല. നോക്ക് നിങ്ങൾ ഇപ്പോൾ നോക്കി, ഇതിനായിട്ട് ഞാൻ കോണ്ടാക്റ്റിൽ വെക്കുകയാണ്, ഇതായിട്ട് കോണ്ടാക്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു കമ്പി ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ പരന്നിക്കുകയാണെങ്കിലോ പരന്നിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സുഖമായി, അവിടെ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് വെക്കാം. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ മേലെ കോണ്ടാക്റ്റിൽ വെക്കൽ കുറച്ചും കൂടി ഈസിയറാണ്. കണ്ടാ, ഒരുപാട് സ്പേസ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് ആ ഒരു പോയിൻ്റാണ്ട് മിസ്സായി പോയാൽ അത് അതിനാണ് അവിടെ ഡിസ്ക് വെച്ചത്. അതൊരു അവിഭാജ്യ ഘടകമല്ല അല്ലേ? അപ്പം നമുക്ക് ഇരിക്കാൻ ബെഞ്ച് ഉണ്ടായാൽ അത് ഒരു സീറ്റാണ്. എന്നാൽ നല്ല തിയേറ്ററിലൊക്കെ റിക്ലൈനർ സീറ്റൊക്കെ കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ ഭയങ്കര അല്ലേ, ചില സോഫൊക്കെ കണ്ടില്ലേ? അതൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് അതിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇതൊരു എസെൻഷ്യൽ പാർട്ടിൽ അത് വരില്ല. പിന്നെ ഗോൾഡ് ഫോയിൽ ഇലക്ട്രോസ്കോപ്പ് എന്നാണ് നമ്മളിതിനെ വിളിക്കുക. കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന ഫോയിൽ ഗോൾഡ് ആയതുകൊണ്ട്, അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അലൂമിനിയം ഫോയിലാക്കിയത്. മനസ്സിലായോ? അടുത്തത് നേച്ചർ ഫൈൻഡ് ചെയ്യലാണ്. അത് പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ എന്നുള്ള ഇപ്പോൾ നമ്മൾ നമ്മൾ ചെയ്ത ടെസ്റ്റിൽ നിന്ന് അത് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അടുത്തൊരു ടെസ്റ്റിലേക്ക് പോകണം. ആ ടെസ്റ്റ് നമ്മൾ
ഈ ക്ലാസ്സിൽ ചെയ്യില്ല. ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. നമുക്ക് ചെക്ക് ചെയ്യാം, അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പാർട്ട് ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ നോക്കൂ, സാധാരണ ഒരു ബോഡിയിൽ ഇപ്പോൾ ചാർജ് എല്ലാ ബോഡിയിലും ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ ചില ആളുകൾ ചോദിച്ചാൽ എല്ലാ ബോഡി ഉണ്ടാക്കിയത് ആറ്റംസ് ഇല്ലേ, ആറ്റത്തിലൊക്കെ പ്രോട്ടോൺസ് ഇല്ലേ, ഇലക്ട്രോൺസ് ഇല്ലേ, പ്രോട്ടോൺസിന് ചാർജ് ഇല്ലേ, ഇലക്ട്രോൺസിന് ചാർജ് ഇല്ലേ, അപ്പോൾ എല്ലാ ബോഡിയും ചാർജ്ഡ് അല്ലേ എന്ന്. റെഡി അല്ലേ? ഓക്കെ, നല്ല ചോദ്യമാണ്. അപ്പോൾ നോക്കൂ, നമുക്ക് അതിനെന്ത് ചെയ്യാം, അതിനെ നമുക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. അത്തരം ബോഡിനെയാണ് എല്ലാ ബോഡിയിലും എന്തുണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷേ അതിൻ്റെ നമ്പർ ഈക്വൽ ആണെങ്കിൽ നമ്മൾ അത്തരം ബോഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ന്യൂട്രൽ ബോഡി എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ന്യൂട്രൽ ബോഡീൻ്റെ പ്രത്യേകത എന്താ? ന്യൂട്രൽ ബോഡീൻ്റെ പ്രത്യേകത നോക്കൂ, ഇപ്പോൾ ഈ ന്യൂട്രൽ ബോഡിയിൽ നോക്കി, ഞാനിവിടെ ഇതിന് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്, ഇവിടെ പോസിറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, ഇത് അങ്ങനെ അതിൽ ഒരുപാട് പോസിറ്റീവ് ചാർജസ് ഇതിലുണ്ട്. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഇതിൽ എന്തുണ്ട്, ഇതിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. യെസ്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും അളവ് ഈക്വൽ ആണെങ്കിൽ അപ്പോൾ നോക്കൂ, അപ്പോൾ എന്താ സംഭവിക്കുക, അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ബോഡി എന്ന് വിളിക്കുക. അതെങ്ങനെ സംഭവം, അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ ന്യൂട്രൽ ബോഡി ഏതുപോലെയെന്ന് അറിയാം. നമ്മൾ ഉണ്ണിയപ്പം കണ്ടില്ലേ, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന നമ്മൾ ആ മോൾഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ മോൾഡ് റെഡി അല്ലേ? എല്ലാവരുടെ വീടുകളിലോ പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോൾഡ്. ആ മോൾഡിൽ ഇങ്ങനെ ഒരുപാട് കുഴികളില്ലേ, ആ കുഴിയാണല്ലോ അതിൻ്റെ വേക്കൻസി. ആ വേക്കൻസിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പോസിറ്റീവ് ചാർജാണ് നമ്മുടെ വേക്കൻസി. ഈ വേക്കൻസിയിലേക്കാണ് യഥാർത്ഥത്തിൽ ആദ്യം കയറിയിരിക്കാൻ പോകുന്നത് നെഗറ്റീവ് ചാർജ് ആരാന്നറിയോ? ഇലക്ട്രോണാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ന്യൂട്രൽ ബോഡീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മോൾഡ്, ആ മോൾഡിൽ ഇങ്ങനെ കുഴിയുണ്ട്, അതിലൊക്കെ നമ്മളിങ്ങനെ മാവ് ഇങ്ങനെ ഒഴിച്ച് ഫുള്ളായി കഴിഞ്ഞാൽ അപ്പോൾ എന്തായി, പിന്നെ ഇനി നോക്കി ഞങ്ങൾ കുഴി കാണുമോ? ഇല്ല. അപ്പോൾ എല്ലാ വേക്കൻസി ഇങ്ങനെ ഫില്ലായി ഇങ്ങനെ നിൽക്കുക, എല്ലാ വേക്കൻസിയും ഫില്ലായി. കാരണം ഓരോ വേക്കൻസിയിലേക്കും ഓരോ ഇലക്ട്രോൺ കയറിയിരുന്നു. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ ആ ബോഡീനെ എന്ത് വിളിക്കുക, ന്യൂട്രൽ ബോഡി എന്ന് നമ്മളതിനെ വിളിക്കുക. അപ്പോൾ ന്യൂട്രലായി, നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് ആ വേക്കൻസിയിൽ പോസിറ്റീവ്. അപ്പോൾ നോക്കൂ, ഇതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയും. നോക്കൂ, ഈ ഇലക്ട്രോൺ, ഇത് ഇലക്ട്രോണാ, ആ ഇലക്ട്രോൺ ഈ പോസിറ്റീവ് ചാർജിൽ അവിടെ കയറിയിരുന്നു, ന്യൂട്രലൈസ്ഡ്. ഇവർ ന്യൂട്രലൈസ്ഡ്, നോക്കൂ, ന്യൂട്രലൈസ്ഡ്, ഇവർ ന്യൂട്രലൈസ്ഡ്. ഇപ്പോൾ ഇതിൽ നെറ്റ് പോസിറ്റീവ് ചാർജും ഇല്ല, നെറ്റ് നെഗറ്റീവ് ചാർജും ഇല്ല. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മോൾഡിലേക്ക് മാവൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കണ്ടാൽ ആ അവസ്ഥയാണ് ഇപ്പോൾ അതുള്ളത്. ഇനി നിങ്ങളൊരു ഉണ്ണിയപ്പം അതിൻ്റെ മേലെ കണ്ടിട്ടാലോ, അപ്പോൾ അതിന് നിൽക്കാൻ സ്ഥലമില്ല അല്ലേ? എന്ന് വെച്ചാൽ ആ വേക്കൻസി ഒരു അലോട്ടഡ് വേക്കൻസി ഇല്ല, അപ്പോൾ അയാളിങ്ങനെ തെറിച്ചിക്കും. എന്ന് വെച്ചാൽ അതിനിപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സസ് ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സസ് വരുമ്പോൾ വെൻ എ ന്യൂട്രൽ ബോഡി ഗെയിൻസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. കാരണം ഇപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നോക്കൂ, ഒരു നെഗറ്റീവ് ചാർജിന് അധികം കൊണ്ടായാൽ ആ നെഗറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇതിൽ വേക്കൻസി ഇല്ല. ഇതിൽ വേറെ പോസിറ്റീവോ വേറെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഈ ബോഡി എന്തായി, നെഗറ്റീവ്ലി ചാർജ്ഡായി. എന്നാൽ ഉണ്ണിയപ്പമൊക്കെ അതിൽ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മോൾഡിൽ നിന്ന് മോൾഡിൽ നിന്ന് ഒരു വേക്കൻസി നമ്മളൊരു ഉണ്ണിയപ്പെടുത്ത് പുറത്തേക്ക് ഒഴിവാക്കിയാലോ, അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ ഇലക്ട്രോൺ എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. അപ്പോൾ ഈ പോസിറ്റീവ് ഇവിടെ ഒറ്റക്കായി, ഇയാൾ പോയിട്ടോ, ഈ പോസിറ്റീവ് ഇവിടെ ഒറ്റക്കായി. അപ്പോൾ ആ പോസിറ്റീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇപ്പോൾ ഇതിൽ ആരുമില്ല, ഇലക്ട്രോൺ ഇല്ല. അപ്പോൾ ഈ ബോഡി എന്താവും, പോസിറ്റീവ് ഇല്ല. അപ്പോൾ വെൻ എ ന്യൂട്രൽ ബോഡി ലോസസ് സം ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്. ഇതൊക്കെ ഇന്നലത്തെ ലെക്ചറിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നുകൂടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എ ന്യൂട്രൽ ബോഡി കണ്ടെയ്ൻസ് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, പക്ഷേ അതിന് നമ്മൾ ചാർജ് എന്ന് വിളിക്കില്ല. ഒരു ബോഡിയിലെ നെറ്റ് ചാർജിനെയാണ് ചാർജ് ഓഫ് എ ബോഡി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എ ന്യൂട്രൽ ബോഡി കണ്ടെയ്ൻ ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. When a neutral body loses electrons, it becomes positively charged. When it gains electrons, it becomes negatively charged. മനസ്സിലായോ? എല്ലാവർക്കും റെഡി അല്ലേ? അപ്പോൾ ന്യൂട്രൽ ബോഡിയിൽ നമുക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജാണ് ന്യൂട്രൽ ബോഡിയിൽ നമുക്കുള്ളത്. ഓക്കെ, ഈക്വൽ എമൗണ്ട് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജർ ബോഡി. ഇത്രയും പോയിന്റുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി പഠിച്ചാൽ. ഇനി നമുക്ക് ഇലക്ട്രിക് ചാർജസിൻ്റെ യൂണിറ്റ്സ്, ഡയമെൻഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസിൻ്റെ യൂണിറ്റ്സും ഡയമെൻഷൻസും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ് ഇലക്ട്രിക് ചാർജസിൻ്റെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ. അതറിയാത്തവർ ആരുമില്ല. എല്ലാവർക്കും ഇലക്ട്രിക് ചാർജസിൻ്റെ യൂണിറ്റും ഡയമെൻഷനെ കുറിച്ചിട്ട് യൂണിറ്റിനെ കുറിച്ചിട്ട് എന്തായാലും നല്ല ധാരണ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കാം, ജസ്റ്റ് എ സെക്കൻഡ്. ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള കൂളോംബ് ആണ്. കൂളോംബ് ക്യാപിറ്റൽ C. പക്ഷേ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ സ്മോൾ c ആയിട്ട് ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, കാരണം എന്താ? അത് +1 പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ചാർജ് ഒരു നമുക്ക് SI യൂണിറ്റുകളുടെ കണ്ടീഷനാണ്. SI യൂണിറ്റുകളുടെ യൂണിറ്റ് സയൻറ്റിസ്റ്റിൻ്റെ പേരാണെങ്കിൽ കൂടി ഫസ്റ്റ് ലെറ്റർ എന്തെഴുതണം? സ്മോൾ ലെറ്റർ എഴുതണം. പക്ഷേ സിമ്പിൾ ഇടുമ്പോഴോ ക്യാപിറ്റൽ ലെറ്റർ. 1 കൂളോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ്? ഈ സ്മോൾ ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിനെ അല്ല, പകരം ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് നമുക്ക് എന്ത് മനസ്സിലായി? ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഒരേ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണുള്ളത്. പിന്നെ എന്താ വ്യത്യാസമുള്ളത് എന്താ? പൊളാരിറ്റി. ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനാണ്. 1 ഈക്വൽ ടു 1.6 × 10⁻⁻19 കൂളോംബ് ആണ്. 1 എല്ലാവർക്കും ആൾറെഡി അറിയാം. അറിയാത്തവർ വേഗം ബൈഹാർട്ടാക്കി വെക്കുക, അത് നിർബന്ധമാണ്, അതിലൊരു എക്സ്ക്യൂസും ഇല്ല. 1 = 1.6 × 10⁻⁻19 കൂളോംബ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ന് പറഞ്ഞത് ആരാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ശരിക്കും എത്ര ഉണ്ടാവുക? -1.6 × 10⁻⁻19 കൂളംബാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് ശരിക്കും. ഓക്കെ, ദെൻ പ്രോട്ടോണിൻ്റെതോ +1.6 × 10⁻⁻19 കൂളോം. അറിയോ? ഓക്കെ, ഇനി നോക്കൂ, കൂളോംബാണോ ഇലക്ട്രോണിൻ്റെ ചാർജാണോ അല്ലെങ്കിൽ ആണോ വലുതെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇത് 10th ചോദിക്കാൻ സാധ്യതയാണ്. ഹൗ മെനി ഇലക്ട്രോൺസ് കൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളോംബ്? നോക്കൂ, ആ ഒരു കമ്പാരിസൺ നടത്താൻ തന്നെ പാടില്ല. 1 മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ളതിനെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്താ കിട്ടുക? 1/1.6 × 10⁻⁻19 എന്ന് കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു ഇതെന്താ കിട്ടുക? 6.25 × 10⁻18 ബൈഹാർട്ട് ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ 1 കൂളോംബ് എന്ന് പറഞ്ഞാൽ 6.25 × 10⁻18 ആണ്. അപ്പോൾ 10⁻18 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 18 പൂജ്യം ഇടണം. അത്രയും കൂടുതൽ ഇലക്ട്രോൺസുകൾ ഒരുമിച്ച് നിന്നാലേ ആരാവുള്ളൂ? 1 കൂളോംബ്. ഇലക്ട്രോൺസാണ് ഒരുമിക്കണമെങ്കിൽ -1 കൂളോംബാണ് ആവുക. മീൻസ് മാഗ്നിറ്റ്യൂഡ് അപ്പം സംസാരിക്കണം നമ്മൾ. അത്രയും ഇലക്ട്രോൺസ്. അപ്പോൾ 10⁻18 എന്ന് വെച്ചാൽ ഇവർ തമ്മിലൊരു കമ്പാരിസൺ തന്നെ പോസിബിൾ ആണോ? 1 കൂളോംബും ഇലക്ട്രോണിൻ്റെ ചാർജും. അപ്പോൾ 1 കൂളോംബ് ഈസ് ടു ബിഗ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ പറയൽ, ഇനി വരാൻ പോകുന്ന നമുക്ക് കാണാം, അവിടെയൊക്കെ നമ്മൾ പറയാം 1 മൈക്രോ കൂളോംബ്, നാനോ കൂളോംബ്, പൈക്കോ കൂളോംബ് എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. കാരണം മൈക്രോണ 10⁻⁻6, നാനോ 10⁻⁻9, പൈക്കോ 10⁻⁻12. കാരണം എന്താ? കൂളോംബ് ഈസ് ടു ബിഗ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജാണ്. ആ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആരാണ്? കൂളോംബ്. ഇറ്റ് ഈസ് കൂളോംബ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് കൂളോംബ്. നൗ ദ CGS യൂണിറ്റിലേക്ക് പോകാം. CGS യൂണിറ്റിലേക്ക് പോകുമ്പോൾ നോക്കൂ, ഇവിടെ CGSൽ നമുക്ക് 2 യൂണിറ്റുകളുണ്ട്. തൽക്കാലം ഒരു യൂണിറ്റ് ഇപ്പോൾ പഠിക്കുക. CGSലെ യൂണിറ്റ് ഒന്ന് ESU എന്നാണ് പറയുക. ESU ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്. അതിൻ്റെ വേറെ പേരാണ് സ്റ്റാറ്റ് കൂളോംബ് എന്നാണ്. സ്റ്റാറ്റ് C എന്ന് പറയും. സ്റ്റാറ്റ് C. അതിന് ഇനിയും പേരുണ്ട്. അതിൻ്റെ വേറെ പേരാണ് ഫ്രാങ്ക്ലിൻ. ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത് വിചാരിച്ച് കുഴപ്പമില്ല. ഫ്രാങ്ക്ലിൻ എന്താ കാരണം? എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ആർക്ക് മാത്രം ബാധകം? CGSന്. അതാർക്ക് ബാധകമല്ല?
അല്ല സോറി, ആർക്ക് മാത്രം ബാധകം? SIക്ക്. ആർക്ക് ബാധകമല്ല? CGSന് ബാധകമല്ല. ഓക്കെ, ഇനി നോക്കൂ, ഒരു കൂളോംബ് എന്ന് പറഞ്ഞാൽ 1 കൂളോംബ് ഈസ് ഈക്വൽ ടു 3 × 10⁹ സ്റ്റാറ്റ് കൂളോംബാണ്. 3 × 10⁹ സ്റ്റാറ്റ് കൂളോംബ്. അപ്പോൾ സ്റ്റാറ്റ് കൂളോംബ് കൂളോംബിനേക്കാൾ ഒരുപാട് ചെറുതാണ്. ക്ലിയർ? റെഡിയാണല്ലോ? ഓക്കെ, ഒരു കാര്യം കൂടെ നമുക്കിവിടെ സംസാരിക്കാനുണ്ട്. അതെന്താണ്? ഡയമെൻഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണോ അല്ലേ? അല്ല. ആരാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി? I, ഇലക്ട്രിക് കറൻറ്റ്. അപ്പോൾ I is equal to ആരാ? Q/T. അപ്പോൾ Q ആരാ? Q is equal to IT. അപ്പോൾ Qൻ്റെ ഡയമെൻഷൻ എന്താ? Qനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ ഒന്ന് സ്മോൾ q അല്ലെങ്കിൽ ക്യാപിറ്റൽ Q ആണ്. ചാർജിനെ അല്ല, Qനല്ല, ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ചാർജിൻ്റെ ഡയമെൻഷൻ എന്താ? ഡയമെൻഷൻ എന്നല്ല പറയുക, ഡയമെൻഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്നാണ്. ഇലക്ട്രിക് ചാർജ് സിംഗുലർ ആണെങ്കിലും യൂസ് ചെയ്യുക ഡയമെൻഷൻസ്. എന്താ കാരണം? ഡയമെൻഷൻസ് ഒരു ഡയമെൻഷൻ അല്ല ഉള്ളത്, പല ഡയമെൻഷൻ ഉണ്ട്. ഐൻ്റെ ഡയമെൻഷൻ എന്താ? I അല്ലെങ്കിൽ A. ടൈമിൻ്റെ എന്താ? T. അപ്പോൾ AT. അപ്പോൾ വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് ചോദിച്ചാൽ 1 ഇൻ ഇലക്ട്രിക് കറൻറ്റ് ആൻഡ് 1 ഇൻ ടൈം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് Q is equal to IT അല്ലെങ്കിൽ AT. റെഡി അല്ലേ? ഓക്കെ, ദാറ്റ്സ് ആൾ അബൌട്ട് യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജിന് വേറൊരു യൂണിറ്റ് ഉണ്ട്, ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കണില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ് എന്നാണ് അതിന് പറയുക. EMU അല്ലെങ്കിൽ അബ് കൂളോംബ്. അബ് കൂളോംബ് എന്ന് പറയും. 1 EMU എന്ന് പറഞ്ഞാൽ 1/10 കൂളോംബാണ്. അല്ലെങ്കിൽ 1 കൂളോംബ് എന്ന് പറഞ്ഞാൽ 1/10 EMU. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്, നിങ്ങൾക്ക് അത്യാവശ്യമില്ല. നോക്കൂ, 1 കൂളോംബ് എന്ന് പറഞ്ഞാൽ 1/10 അബ് കൂളോംബ് അല്ലെങ്കിൽ EMU എന്ന് വെച്ചാൽ 1 EMU ഈക്വൽ ടു ആരാണ്? 10 കൂളോംബാണ്. 10C. അതിലാരാ വലുത്? കൂളോംബ് അല്ല വലുത്, EMU ഈസ് ബിഗർ. EMU ഇലക്ട്രോ മാഗ്നറ്റിക് യൂണിറ്റ്, അബ് കൂളോംബ് എന്നും നമ്മളതിനെ വിളിക്കും. അവിടെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഓൾറെഡി കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആരാണ്? ഫാരഡേ. കേട്ടില്ലേ? ഫാരഡേ. 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 96,500 കൂളോംബ്. ടു ബിഗ്. ഒരു കൂളോംബ് എത്ര വലുതാണെന്ന് നമ്മൾ കണ്ടു. അപ്പം 96,500 കൂളോംബ്. ആൻഡ് ഫാരഡേ ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗ്ഗസ്റ്റ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ആ എഴുതിയ വെച്ചൊന്നും നിങ്ങൾ വായിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പോകാം 1 by 1 ആയിട്ട്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്താ നോക്കാം നമുക്ക്. ആരാ കണ്ടക്ടർ? ഇലക്ട്രിക് ചാർജ് വളരെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഡിവൈസുകൾ, മീൻസ് മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത, കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? സബ്സ്റ്റൻസസ് വിച്ച് റെഡിലി എലോ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ ദം. അവരാണ് നമ്മൾ കണ്ടക്ടേഴ്സ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇങ്ങനെ പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? കണ്ടക്ടേഴ്സിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റിയാണ് ഈ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇത്ര ഈസി ആയിട്ട് മൂപ്പര് അലോ ചെയ്യാനുള്ള റീസൺ. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുകയെന്ന് അറിയാം. ഒരു കണ്ടക്ടറിന് നിങ്ങൾ ഇലക്ട്രിക് ചാർജ് കൊടുത്താൽ, ഞാൻ ഈ പറഞ്ഞതിൽ നിന്നൊന്നും ഒരു സാധനം ഒഴിവാക്കാണ്ടാവില്ല കേട്ടോ. ഞാൻ നിങ്ങളോട് നേരത്തെ തുടക്കത്തിലേ പറഞ്ഞു, കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുക. അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പഠിക്കണം, നിർബന്ധമാണ്. അത് വളരെ കണിശമായിട്ട് നിങ്ങളത് പഠിക്കണം. എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഒരു സംശയത്തിൽ ബാക്കി വരരുത്. ഇഷ്ടം പോലെ പ്രോബ്ലംസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഈ ഭാഗങ്ങൾ ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് രണ്ടാമതൊരു ക്ലാസ് ഇത് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവരുത് എന്നല്ലോ മനസ്സിലാക്കുക. കാരണം ഈ ടോപ്പിക്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നത്. ഒരു ക്ലാസ് ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ ആ ചാനൽ വഴി കേട്ടു, രണ്ടാമത്താണിത്. അപ്പോൾ ഒരു കണ്ടക്ടറിനെ നോക്കൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ നിങ്ങൾ ചാർജ് കൊടുത്താൽ ആ ചാർജ് എന്താ സംഭവിക്കുക? ആ ചാർജ് അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നത് ഇന്നലെ അദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും പറയാൻ പറ്റില്ല, അത് തെറ്റാണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല ഉണ്ടാവുക. മീൻസ് അങ്ങനെ ആര് പറഞ്ഞാലും അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരൊറ്റ കേൾവി കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നടക്കണമെങ്കിൽ അതൊരു സ്ഫെരിക്കൽ ബോഡി ആയിരിക്കണം, അതല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ വരച്ച ഈ ഡയഗ്രത്തിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അല്ല ഉണ്ടാവുക.
അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വെൻ ചാർജ് ഈസ് ഗിവൺ ടു എ കണ്ടക്ടർ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി സ്പ്രെഡ്സ് ഓവർ ദ ഹോൾ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് യൂണിഫോം ആവണമെങ്കിൽ, അതൊരു സ്പെരിക്കൽ ബോഡി ആണെങ്കിൽ അത് യൂണിഫോം ആയിരിക്കും. വളരെ പ്ലെയിൻ ബോഡി ആണെങ്കിൽ അത് യൂണിഫോം ആണെന്ന് പറയാം. അപ്പോഴും അവിടെ എഡ്ജിലൊക്കെ ഉണ്ടാവും. എക്സാക്ട്ലി യൂണിഫോം ആവല് സ്പെരിക്കൽ ബോഡീൻ്റെ കേസിൽ മാത്രമാണ്. കാരണങ്ങളൊക്കെ പിന്നാലെ വരുന്നുണ്ട്, പഠിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ കണ്ടക്ടേഴ്സ് ആരാ? റെഡിലി അലോ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. അങ്ങനെ പോസിബിൾ ആകുന്നത് എന്തുകൊണ്ടാണ്? ഫ്രീ ഇലക്ട്രോൺസ്, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. കണ്ടക്ടറിന് ചാർജ് കൊടുത്താൽ എന്താ സംഭവിക്കുക? അതിൻ്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനഫ് മതി. നോ യൂണിഫോം. യൂണിഫോം ആകുന്നത് സ്പെഷ്യൽ കേസിലാണ്. ഓക്കെ, ഈ തേർഡ് പോയിന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ പ്രസക്തി മനസ്സിലാവല് ഞാൻ താഴെ ഇതാ ഇവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, അവിടെ എത്തുമ്പോഴേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. നോക്കാം. ആരെ ഇൻസുലേറ്റേഴ്സ് വിച്ച് ഡു നോട്ട് ഹാവ് ഫ്രീ ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? അവർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് എലോ ചെയ്യൂല. ഡു നോട്ട് എലോ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ ദം, ദേ ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. അവരിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഫ്രീ ഇലക്ട്രോൺസ് ആർ നെഗ്ലിജിബിളി സ്മോൾ ഇൻ ഇൻസുലേറ്റേഴ്സ്. മനസ്സിലായല്ലോ? ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. ഇനി ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇൻസുലേറ്ററിൻ്റെ പ്രത്യേകത എവിടേക്കാണോ ചാർജ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് അവിടെ തന്നെ നിൽക്കും. അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. വെൻ ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എൻ ഇൻസുലേറ്റർ ഇറ്റ് റിമെയിൻസ് അറ്റ് ദ പൊസിഷൻ വേർ ദേ വേർ ട്രാൻസ്ഫേർഡ്. അവിടുന്ന് പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നോക്കൂ. ഇപ്പോൾ ഈ പേനൻ്റെ ഇവിടെ ഞാൻ ലേശം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് അവിടെ തന്നെ ഉണ്ടാവും. അത് അവിടുന്ന് ഇങ്ങോട്ടൊന്നും പോകില്ല. നേരെ മറിച്ച് ഇതൊരു കോപ്പർ റോഡാണ്, ഞാൻ ഇവിടെ ചാർജ് കൊടുത്തെങ്കിൽ അത് അതിൻ്റെ സർഫസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ചാർജ് കൊടുത്താൽ ദ ചാർജ് വിൽ റിമെയിൻ അറ്റ് ദ പൊസിഷൻ വേർ ദേ വേർ ട്രാൻസ്ഫേർഡ്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. അപ്പോൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ കണ്ടക്ടറിൻ്റെ കേസിൽ ഈ തേർഡ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തേർഡ് പോയിൻ്റാണ് ഇൻസുലേറ്ററിൻ്റെ കേസിലത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, സബ്സ്റ്റൻസസ് ഹൂസ് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ബിറ്റ്വീൻ ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. അതായത് കണ്ടക്ടറിൻ്റെ ഇൻസുലേറ്ററിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ആ റെഡിനെസ് ഫോർ അലോയിങ് ദ ഇലക്ട്രിക് ചാർജസ് ടു ഫ്ലോ ത്രൂ ദം, അത് ആ റെഡിനെസ് ഇൻസുലേറ്റേഴ്സിന് നന്നേ കുറവ്, കണ്ടക്ടേഴ്സിന് നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സ്വഭാവമാണ് ആയിരിക്കും ഉണ്ടാവുക? സെമി കണ്ടക്ടേഴ്സിന് ഉണ്ടാവുക. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പാർട്ട് 2-ൽ ഒരു യൂണിറ്റ് ഫുൾ അതാ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അവിടെയാണ് നമ്മൾ സംസാരിക്കുക. നമുക്ക് ചില കാര്യങ്ങളും കൂടെ ഇതിൻ്റെ ബേസിക്കിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൽപ്പെട്ട അടുത്ത പോയിൻ്റാണ് ഗ്രൗണ്ടിങ്. അതിൻ്റെ വേറെ പേരാണ് എർത്തിങ്. ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് വളരെ സിമ്പിളാണ്. നോക്കൂ, ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് പോയിന്റ് നോക്കൂ. എർത്തിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഷെയറിങ് ചാർജസ് വിത്ത് എർത്ത്. ഓർ സിംപ്ലി എർത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ്ഡ് ബോഡീനെ നിങ്ങൾ എർത്തായിട്ട് കണക്ട് ചെയ്താൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എർത്തിങ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കോ, എൻ്റെ കയ്യിൽ നോക്കൂ, അവിടെ ഒരു ബോഡി ഉണ്ട്. ഇതൊരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണെന്ന് വിചാരിക്കുക. നമുക്ക് ആദ്യത്തെ കണ്ടീഷന് വേണ്ടിയിട്ട് ഞാൻ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കാൻ പോവാം. സപ്പോസ് ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണെന്ന് വിചാരിക്കുക. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ഓക്കെ, നെഗറ്റീവ് ചാർജ്. നമ്മളിതിനെ എർത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എർത്ത് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ ഇങ്ങനെയാണ്. എർത്തിങ് റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇതാണ് എർത്തിങ്. ഇങ്ങനെ മാർക്ക് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കുക അത് എർത്തായിട്ട് കണക്ട് ചെയ്തതാണ്. അങ്ങനെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എർത്തായിട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ഈ നെഗറ്റീവ് ചാർജ് എന്നൊക്കെ പറഞ്ഞാൽ ആരാ? ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസ് എർത്തിലേക്ക് കൂടെ എർത്തിലേക്ക് പോകും. എന്നിട്ട് ഈ ബോഡി എന്തായി മാറും? ഈ ബോഡിനെ അത് ന്യൂട്രലായിട്ട് ലീവ് ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് എർത്തിങ്? വെൻ എ ചാർജ് ബോഡി ഈസ് കണക്റ്റഡ് വിത്ത് ദി എർത്ത് ഇറ്റ് ഈസ് കോൾഡ് എർത്തിങ്. എന്താ സംഭവിക്കുക? ഷെയറിങ് ഓഫ് ഇലക്ട്രിക് ചാർജ് സംഭവിക്കുക ആ സമയത്ത്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നത്? അതിനാണ് ആദ്യത്തെ പോയിന്റ് നോക്കൂ. എർത്ത് ഈസ് റിഗാർഡഡ് ആസ് എൻ ഇലക്ട്രോൺ ബാങ്ക്. ഇലക്ട്രോൺ ബാങ്ക്. Earth has enormous amount of electric charges. Large quantity of electric charge എർത്തിലുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് അറിയോ? അപ്പോൾ സംഭവിക്കൽ നിങ്ങൾ എർത്തായിട്ട് ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ഒരു ബോഡിനെ നിങ്ങൾ എർത്തായിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ബോഡി എന്ന് പറഞ്ഞാൽ ആരാണ്? കമോൺ, ആരാണത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി.
അതിനെ നിങ്ങൾ എർത്തായിട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ എർത്ത് നോക്കൂ, ഇലക്ട്രോൺസ് നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ വിട്ടിട്ട് ഒരാളിങ്ങോട്ട് വെച്ചിട്ട് ഇയാളെ ന്യൂട്രലൈസ് ചെയ്യും. ഈ സ്ഥലത്തൊക്കെ ഇതൊക്കെ വേക്കൻസി നമ്മളെ ഉണ്ണിയപ്പം ആ ഗ്യാപ്പാണ്. അവിടെയൊക്കെ കയറിയിരുന്ന് ഇതിനെ ന്യൂട്രലാക്കിയിട്ട് ലീവ് ചെയ്ത്. മനസ്സിലായോ? ഇനി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ എക്സസ് ഇലക്ട്രോൺസ് അതിലുണ്ട്. ആ എക്സസ് ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? എർത്തിലേക്ക് ഒഴുകും, ന്യൂട്രലായിട്ട് ലീവ് ചെയ്യും. അപ്പോൾ എന്താ ഇലക്ട്രോൺ ബാങ്ക്? ഇത് നിങ്ങൾ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രയോഗമാണിത്. ഇലക്ട്രോൺ ബാങ്ക് നമ്മൾ സാധാരണ മണി ബാങ്കിൻ്റെ പ്രത്യേകത എന്താ? മണി ബാങ്ക് എന്താ? നമ്മൾ സാധാരണ ബാങ്ക് പൈസ നമുക്ക് അധികം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, അവരത് വാങ്ങിക്കും. പൈസ ഇല്ലെങ്കിലോ ബാങ്കിൽ നിന്ന് നമുക്ക് പൈസ ഇങ്ങോട്ട് തരും ലോണായിട്ട്. അതിലേറെ പിന്നെ അങ്ങോട്ട് വാങ്ങും, അത് വേറെ കാര്യം. അതുപോലെയാണ് എർത്ത്. ലാർജ് കളക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് എർത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ചാർജ്ഡ് ബോഡി ആണെങ്കിലും ശരി, കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എർത്ത് അത് ഇങ്ങോട്ട് വാങ്ങിക്കും. എക്സസ് ഇലക്ട്രോണായി വാങ്ങിക്കും, കുറവാണ് സപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എർത്തിൻ്റെ ഇലക്ട്രോൺ ബാങ്ക് കുറയില്ലേ? എർത്തിൻ്റെ ഇലക്ട്രോൺ ബാങ്ക് കുറയില്ല. കാരണം അത് അത്രയും ഹ്യൂജാണ്. എത്ര എടുത്താലും പിന്നെ ഇപ്പോൾ അല്ലേ കടലിലേക്ക് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കടലിലേക്ക് കണ്ട് ഒഴിച്ച് വിചാരിച്ച് കടലിലെ വെള്ളം കൂടുണ്ടോ? അല്ലെങ്കിൽ 2 ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ 1 മഗ് വെള്ളം കടലിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം കുറവ്. ഇൻ ആൻ എക്സാക്ട്ലി സിമിലർ ഫാഷൻ യു ക്യാൻ സേ എർത്ത് ഈസ് എൻ ഇലക്ട്രോൺ ബാങ്ക്. അപ്പോൾ എത്രയും വാങ്ങിക്കും, എത്രയും അങ്ങോട്ട് കൊടുക്കും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഏത് ചാർജ്ഡ് ബോഡിനെയും എർത്തായിട്ട് കണക്ട് ചെയ്താൽ അത് ന്യൂട്രൽ ആവുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ബോഡിനെ കണക്ട് ചെയ്താൽ ന്യൂട്രൽ ആവില്ല. ഒരു ഐസൊലേറ്റഡ്, അതിൻ്റെ അടുത്തൊന്നും വേറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേറെ ആരും ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബോഡിനെ നിങ്ങൾ എർത്തായിട്ട് കണക്ട് ചെയ്താൽ, ഇപ്പം നിങ്ങൾ ഇങ്ങനെ മനസ്സിലായിക്കോ എർത്തായിട്ട് കണക്ട് ചെയ്താൽ ന്യൂട്രൽ ആവുന്നത്. ഇന്ന് തന്നെ ഈ ലെക്ചറിൽ തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത കണ്ടീഷൻ നമ്മൾ സംസാരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നത് നമ്മുടെ അടുത്ത പാർട്ട് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. അത് നമുക്ക് 3 ലെക്ചറായിട്ടാണ് നമ്മൾ ഈ പാർട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇൻട്രൊഡക്ടറി ലെക്ചർ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്താൽ മതി. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കല്ല, എഴുതുക. തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം. അടുത്ത ക്ലാസ് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുക. 3 ലെക്ചറായിട്ടാണ്, ഞാൻ 2ആയിരുന്നു പറഞ്ഞത്, വേണ്ട 3 ലെക്ചറായിട്ടാണ് ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ.